അസ്സലാമു അലൈക്കും. ബില്ല് കിട്ടിയിട്ടുണ്ട്. ലൈല പറഞ്ഞത് കേട്ട് സാബി ആകാംക്ഷയോടെ അവരെ നോക്കി. ഇത്ത, എത്രയാണ് ഹോസ്പിറ്റൽ ബിൽ? നീ എന്തിനാ അതൊക്കെ നോക്കുന്നത്? ഈ അതൊന്നും നോക്കണ്ട. എത്ര ആണെങ്കിലും അടക്കാൻ എൻ്റെ കയ്യിലുണ്ട്. ജമാലിനോട് ഞങ്ങൾ ഫുള്ള് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. പണത്തിൻ്റെ കാര്യം ഓർത്ത് ഈ വിഷമിക്കണ്ട. അവൾ പതിയെ തലയാട്ടി. ലൈല ബില്ലുമായി പുറത്തേക്ക് പോയി. ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഡോക്ടർ വന്ന് പരിശോധിച്ച് ഡിസ്ചാർജ് ചെയ്ത് തന്നു. ഇനി ബില്ല് കൂടി അടച്ചാൽ ഏത് നിമിഷം വേണമെങ്കിലും പോകാം. സാബി തൻ്റെ മക്കളെ നോക്കി. അവർ നല്ല സന്തോഷത്തിലാണ്. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു ടെൻഷനും വേണ്ട. ഞാനും ലൈലയും കൂടി വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് അങ്ങോട്ട് കൊടുന്നു തരാം കേട്ടോ. തൽക്കാലം ഇപ്പോൾ ധരിക്കാനുള്ള കുറച്ച് ഡ്രസ്സുകൾ നമുക്ക് കടയിൽ നിന്നും വാങ്ങാം. സെലീന പറഞ്ഞത് കേട്ട് സാബി തലയാട്ടി. അല്ല, എന്താ നിനക്കൊരു ടെൻഷൻ? യാതൊരു ടെൻഷനും ആവണ്ട. ഇത്രയും കാലം ഈ ആ വീട്ടിൽ പട്ടിയെപ്പോലെ പണിയെടുത്ത് കഷ്ടപ്പതിനുള്ള പ്രതിഫലമാണെന്ന് ഞങ്ങൾ ഓൻ്റേക്കുന്ന് വാങ്ങിയത്. അതുകൊണ്ടേ ഇനി ഈ ഒരു മാസം ഫുള്ള് ഈ റെസ്റ്റ്. കാര്യങ്ങളൊക്കെ അവിടെയുള്ളവരോട് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഡോക്ടർമാരൊക്കെ ഉണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ തന്നെ നോക്കും. എനിക്ക് യാതൊരു ടെൻഷനുമില്ല ഇത്ത. നിങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് കൂടെപ്പിറപ്പുകളില്ലല്ലോ എന്ന് സങ്കടമായിരുന്നു ഇതുവരെ. എന്നാൽ ഇപ്പോൾ അത് മാറി. കൂടെപ്പിറപ്പുകളേക്കാൾ സ്നേഹിക്കുന്ന എൻ്റെ 2 ഇത്തമാർ എനിക്കുണ്ടല്ലോ. അത് പറയുമ്പോൾ സാബിയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ട് സെലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴേക്കും ലൈലയും അങ്ങോട്ട് വന്നു. അല്ല, നിങ്ങളിവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക? ബില്ലൊക്കെ അടച്ചു. അരമണിക്കൂർ കൊണ്ട് നമുക്ക് പോകാനുള്ള വണ്ടി വരും. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞതാണല്ലോ. ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്ന് നോക്കാം. ഇനിയൊന്നും എടുക്കാനില്ല, ഒക്കെ പാക്ക് ചെയ്തു. പിന്നെ ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ റെസ്റ്റ് തന്നെ വേണം കേട്ടോ. നല്ലതുപോലെ ഭക്ഷണം കഴിക്കണം. അവിടെ എല്ലാ സാധനവും കിട്ടും. അവർ തരുന്നതൊക്കെ ഈ കഴിക്കണം. നല്ല നാടൻ ഭക്ഷണങ്ങളും ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. പഴയതിനേക്കാൾ ആരോഗ്യവതിയായിട്ട് വേണം കേട്ടോ അവിടുന്ന് തിരിച്ചു വരാൻ. സാബി പതിയെ മന്ദഹസിച്ചു. ലൈല പറയുന്നത് മുഴുവനും തൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. ഏതായാലും ജമാൽ കൊള്ളാട്ടോ. രണ്ടും കൂടി രാവിലെ ടൂർ പോയിരിക്കുകയാണ് എന്നാണ് കേട്ടത്. ഉമ്മ നല്ല കോപത്തിലാണ്. ഉമ്മാക്ക് അവളെ നിയന്ത്രിക്കാൻ കഴിയാത്തതിലുള്ള വിഷമം നല്ലതുപോലെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ രാവിലെ എനിക്ക് വിളിച്ചു പറഞ്ഞത്. രാവിലെ ചായ പോലും ഉണ്ടാക്കി കൊടുത്തില്ല എന്നാണ് കേട്ടത്. ഹോ, തള്ളയുടെ ഒരു ചായപ്രേമം. ചായ ഉണ്ടാക്കി കൊടുത്ത് എനിക്ക് മടുത്തതാണ്. ലൈല പറഞ്ഞത് കേട്ട് രണ്ടുപേരും അറിയാതെ ചിരിച്ചുപോയി. ഞങ്ങൾ ആദ്യ രാത്രി തന്നെ ഉമ്മാക്ക് ഒരു നെഞ്ചിരിച്ചിലുണ്ടായിരുന്നു. രാത്രി 12 മണിക്ക് എന്നെ കൊണ്ട് കട്ടൻ ചായ ഇടിച്ചിട്ടുണ്ട്. അന്ന് ഉമ്മാക്ക് നല്ല ആരോഗ്യമുണ്ട്. ഇപ്പം തന്നെ ആരോഗ്യമല്ലേ? അന്ന് ഉമ്മാക്ക് എന്തൊരു ആരോഗ്യമുണ്ട്. എല്ലാ ജോലികളും ചെയ്യാൻ കഴിയും. എന്നാൽ ഒരു മുട്ടുസൂചി പോലും ഉമ്മ കുനിഞ്ഞെടുക്കില്ല. അതൊക്കെ മരുമക്കൾ തന്നെ എടുത്തു കൊടുക്കണം. ഉമ്മ രാവിലെ തന്നെ കുളിച്ചൊരുമ ഒരു ഇരിപ്പുണ്ട്. കുറേ സമയം അയൽവക്കത്ത് പോയി സംസാരിക്കും. മിക്കവാറും അവിടുത്തെ കുടുംബം കലക്കിയിട്ടാവും തിരിച്ചു വരിക. നമ്മുടെ അയൽവക്കത്ത് താമസിച്ചിരുന്ന ആ ടീച്ചറെ ഉമ്മ വരുന്നത് കണ്ടാൽ പേടിച്ച് വാതിലടുക്കത്രേ. നിനക്ക് അതൊക്കെ ഓർമ്മയുണ്ടോ? ലൈല പതിയെ തലയാട്ടി. അപ്പോഴേക്കും ലിസ് ഡോക്ടർ വന്നു. ആ, പിന്നെ പോവാനായില്ലേ? ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. എങ്കിലും അണുബാധ ഉണ്ടാവാതെ സൂക്ഷിക്കണം. അണുബാധ ഉണ്ടായാലേ മുറിവ് പഴുക്കും. മരുന്ന് മുടങ്ങാതെ കഴിക്കണം. പിന്നെ ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല കേട്ടോ. നിനക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരു കുഞ്ഞു പോലുമില്ലാത്ത എത്രയോ പെണ്ണുങ്ങൾ ഈ ലോകത്തുണ്ട് എന്നത് മറക്കണ്ട സാബിറ. എൻ്റെ നമ്പർ കയ്യിലുണ്ടല്ലോ. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മറക്കരുത്. സാബി സ്നേഹത്തോടെ തലയാട്ടി. എന്നാൽ ഞാൻ പോട്ടെ. പതിവ് പോലെ ഡോക്ടർ കുട്ടികളെ എന്ന് തലയോടിന് ശേഷം പുറത്തേക്ക് പോയി. അപ്പോഴേക്കും അവർക്ക് പോകാനുള്ള വണ്ടി വന്നു. ഹോസ്പിറ്റലിലുള്ള പരിചയമുള്ളവരോട് യാത്ര പറഞ്ഞ് അവർ എല്ലാവരും കാറിൽ ചെന്ന് കയറി. അവിടെ നിന്നും അരമണിക്കൂർ സമയത്തെ ഡ്രൈവിങ്. സാബിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു അത്. ടൗണൊക്കെ വിട്ട് ചെറിയൊരു ഗ്രാമമായിരുന്നു അത്. നിറയെ പച്ചപ്പുള്ള ഒരു മലഞ്ചെരിവ്. 4 ഭാഗത്തും ഇൻ്റർലോക്കിട്ട് മനോഹരമായ ഒരു കെട്ടിടത്തിൻ്റെ മുമ്പിൽ കാർ നിന്നു. അപ്പോഴേക്കും 2 പെൺകുട്ടികൾ കാറിൻ്റെ അടുത്തേക്ക് വന്നു. സാധനങ്ങൾ ഇറക്കാൻ അവരും കൂടി സഹായിച്ചു. അവരാണ് എല്ലാ ഫോർമാലിറ്റീസും ചെയ്ത് സാബിയെ റൂമിലേക്ക് കൊണ്ടുപോയത്. റൂമിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ സാബിക്ക് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം തോന്നി. നല്ല വലിപ്പമുള്ള ഒരു വീട് തന്നെയായിരുന്നു അത്. ചെറിയൊരു സിറ്റ് ഔട്ട്, അത് കഴിഞ്ഞ് ഒരു ഹാളിൽ നിന്ന് ഒരു ചെറിയ അടുക്കളയും ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും അടങ്ങുന്നതായിരുന്നു അത്. ബെഡ്റൂമിൽ 2 കട്ടിലുകൾ ഇട്ടിട്ടുണ്ട്. കൂടാതെ ഹാളിൽ ചെറിയൊരു സോഫയും
കുട്ടികൾക്ക് പഠിക്കാൻ എന്നതുപോലെ ചെറിയൊരു ടേബിളും 2 കസേരയുമുണ്ട്. ഒരു ചെറിയ കുടുംബത്തിന് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളതായിരുന്നു അത്. കൂടെ വന്ന പെൺകുട്ടികൾ ഒരാൾ പുറത്തേക്കുള്ള ജനവാതിൽ തുറന്നിട്ടു. മനോഹരമായ കാഴ്ചയായിരുന്നു അത്. താഴെ കണ്ണെത്താ ദൂരത്തോളം പച്ച വിരിച്ചു കിടക്കുന്ന പാടമായിരുന്നു. അതിൻ്റെ ഇടയിൽ അങ്ങിങ്ങായി ചില വീടുകൾ കണ്ടു. അത് കഴിഞ്ഞൊരു പുഴ ഒഴുകുന്നു. മൊത്തത്തിൽ അവൾക്ക് ആ വില്ല ശരിക്കും ഇഷ്ടമായി. നല്ല വൃത്തിയും ഉണ്ടായിരുന്നു. മക്കൾക്കും നല്ല ഇഷ്ടമായി എന്ന് അവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. റൂമിൻ്റെ മുന്നിൽ നിന്ന് തന്നെ കളിക്കാനുള്ള സ്ഥലവും ഉണ്ടായിരുന്നു. താഴെ തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇത് ഒഴിച്ചു വെച്ചിരിക്കുകയെന്ന് കേട്ടോ മേഡം. അങ്ങോട്ട് വന്ന് ഒരു സ്ത്രീ പറഞ്ഞപ്പോൾ ലൈല ചിരിയോടെ അവർക്ക് കൈകൊടുത്തു. എന്നെ മനസ്സിലായോ? ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാവാതെ പിന്നെ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കിയായ കുട്ടിയെ എങ്ങനെ അങ്ങ് മറക്കാൻ കഴിയുമോ ലൈല? സാബിയും സെലീനയും അവർ തമ്മിൽ സംസാരിക്കുന്നത് നോക്കി നിന്നു. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ടീച്ചറെ. എൻ്റെ ഇളച്ചിയാണ്. ഞങ്ങൾ 2 പേർക്കും ഇവിടെ വന്ന് താമസിക്കാൻ കഴിയില്ല. അപ്പോൾ ടീച്ചർ വേണം ഒന്ന് കാര്യങ്ങളൊക്കെ നോക്കാൻ. അതിന് ഇവിടെ ആരും കൂട്ട് വേണമെന്നില്ല ലൈല. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. ഇനി ആർക്കെങ്കിലും കൂടെ വന്ന് താമസിക്കണമെങ്കിലേ അതും ആവാം. അവർക്ക് ഭക്ഷണം ഇവിടെ റെഡിയാണ്. റിട്ടയർ ആയപ്പോഴേ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയിരുന്നു. അങ്ങനെ തുടങ്ങിയതാണ്. അൽഹംദുലില്ലാ നല്ല വിജയമുണ്ട്. ഒരു പരസ്യം ചെയ്യാതെ തന്നെ ഞങ്ങളുടെ റൂമെല്ലാം ഫുള്ളാണ്. ഇവിടെ താമസിച്ചവർ പറഞ്ഞാണ് ബാക്കിയുള്ളവരെ ഇങ്ങോട്ട് വരുന്നത്. എൻ്റെ മകളാണ് ഇവിടുത്തെ പ്രധാന ഡോക്ടർ. അവളെ നിനക്ക് അറിയില്ലേ? അപ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടത്. അപ്പുറത്തെ റൂമിൽ നിന്നായിരുന്നു അത്. സാബി ആകാംക്ഷയോടെ ആ കരച്ചിൽ കേട്ടു. ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ തൻ്റെ കൂടെയും ഒരു കുഞ്ഞു കരച്ചിൽ ഉണ്ടാവുമായിരുന്നു എന്ന് അവൾ ഓർത്തു. എന്നാൽ പിന്നെ നമുക്ക് പിന്നെ കാണാട്ടോ. ഒരു ടീം കൂടി വരുന്നുണ്ട്. അവർക്ക് മുകളിലാണ് സൗകര്യം ഏർപ്പെടുത്തിയത്. ഞാൻ പോയി അതൊന്ന് നോക്കി വരട്ടെ. എത്ര റെഡിയാണെന്ന് പറഞ്ഞാലും ഒന്ന് പരിശോധിച്ചില്ലെങ്കിലേ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. പ്രസവം കഴിഞ്ഞ് വരുന്ന സ്ത്രീകളല്ലേ, എല്ലാം നല്ല വൃത്തിക്ക് തന്നെ ചെയ്യണമല്ലോ. എല്ലാവരോടും വന്ന് ചിരിച്ചതിന് ശേഷം ആ ടീച്ചർ പുറത്തേക്ക് പോയി. +1 എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് റുക്കിയ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഇപ്പോൾ പെൻഷനായി. ഇപ്പോൾ ആ ടീച്ചറാണെന്ന് കണ്ടാൽ പറയൂല. ടീച്ചറെ 2 മക്കളും ഡോക്ടറാണ്. മരുമക്കളും ഡോക്ടർ തന്നെയാണ്. അവരെ തുടങ്ങിയതാണ് ഈ സ്ഥാപനം. നോക്കി നടത്തുന്നത് ടീച്ചറും. ഏതായാലും സാബിയുടെ കാര്യമൊക്കെ ഞാൻ ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ നിന്നെ നന്നായി നോക്കൂട്ടോ. മോളെപ്പോലെ നോക്കിക്കൊള്ളാം എന്നാണ് ടീച്ചർ പറഞ്ഞത്. അൽഹംദുലില്ലാ. അപ്പോഴേക്കും അവർക്ക് കുടിക്കാൻ ജ്യൂസുമായി ഒരു പെൺകുട്ടി വന്നു. അവൾ അത് എല്ലാവർക്കും കൊടുത്തു. വീണ്ടും അപ്പുറത്തെ റൂമിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. അതെന്താ ആ കുഞ്ഞ് കരയുന്നത് നിർത്താതെ? ആകാംക്ഷയോട് സാബി ചോദിച്ചു. അറിയില്ല എത്താ. ആ കുഞ്ഞ് നല്ല കരച്ചിലാണ്. 2 കുട്ടികളല്ലേ. ഒരു കുട്ടി എപ്പോഴും കരയും. അത് പാല് കുടിക്കുന്നില്ല എന്നാണ് കേട്ടത്. അതിൻ്റെ ഉമ്മാക്ക് പാല് കുറവാണത്രേ. 2 കുട്ടികളും കരയാറുണ്ട്. സാബി അറിയാതെ ഒന്ന് മൂളി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴും സെലീനയും ലൈലയും നാളെ വരാമെന്ന് പറഞ്ഞ് മടങ്ങി. പോകുന്നതിന് മുമ്പ് അവർ സാബിക്ക് നല്ലൊരു ക്ലാസ് എടുത്തു കൊടുത്തിരുന്നു. ഇവിടെ വീട് പോലെ സുരക്ഷിതമാണെന്നും സാബിക്ക് മനസ്സിലായി. റുക്കിയ ടീച്ചർ സ്റ്റാഫുകളെ എല്ലാവരെയും സാബിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാവരും വളരെ സ്നേഹത്തോടെയാണ് അവളോട് പെരുമാറിയത്. സെലീനയും ലൈലയും പോയി കഴിഞ്ഞപ്പോൾ സാബി റൂമിൽ തനിച്ചായി. മക്കൾ 2 പേരും റൂമിന് പുറത്ത് കളിക്കുകയാണ്. വാതിൽ തുറന്നു വെച്ചതുകൊണ്ട് സാബിക്ക് അവരെ വ്യക്തമായി കാണാം. 2 പേരും ചിരിച്ചു കളിക്കുന്നത് ചിരിയോടെ സാബി നോക്കിക്കിടന്നു. വീണ്ടും അടുത്ത മുറിയിൽ നിന്നും കരച്ചിൽ മുഴങ്ങി. ഇത്തവണ 2 കുട്ടികളും ഒരുമിച്ചായിരുന്നു കരഞ്ഞത്. സാബി കൗതുകത്തോടെ ചെവിയോർത്തി കിടന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നു. എന്നാൽ മറ്റേ കുഞ്ഞ് അപ്പോഴും നല്ല കരച്ചിലായിരുന്നു. ആരൊക്കെയോ താരാട്ട് പാടുന്ന ശബ്ദവും അവൾ കേട്ടു. കുഞ്ഞിൻ്റെ കരച്ചിൽ ഉച്ചത്തിലായി. ഒരു സ്ത്രീ കരയുന്ന കുഞ്ഞിനെ മാറോട് ചേർത്ത് അടുക്കി പിടിച്ച് വാതിലിന് മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അവൾ കണ്ടു. അവൾ അറിയാതെ എഴുന്നേറ്റു. പിന്നെ അങ്ങോട്ട് നടന്നു. പിന്നെ ആ കുഞ്ഞിൻ്റെ നേർക്ക് കൈ നീട്ടി. അവളെ കണ്ട നിമിഷം തന്നെ കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നു. ആ സ്ത്രീ അതിശയത്തോടെ കുഞ്ഞിൻ്റെ മുഖത്തേക്കും അവളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. സാബി ആ കുഞ്ഞിനെ വാങ്ങി. പിന്നെ അനുവാദം പോലും ചോദിക്കാതെ കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് നടന്നു. പിന്നെ തിരിഞ്ഞു നിന്ന് കുഞ്ഞിനെ മുലയൊട്ടാൻ തുടങ്ങി. അതിശയം അടക്കാൻ കഴിയാതെ ആ സ്ത്രീ നോക്കി നിന്നു. 2-3 ദിവസമായി നിർത്താതെ കരയുന്ന കുഞ്ഞ് എങ്ങനെ കരച്ചിൽ നിർത്തി എന്നതായിരുന്നു അവളുടെ അതിശയം. വല്ലാത്തൊരു ആത്മസംതൃപ്തിയിലായിരുന്നു സാബി. അവൾക്ക് അടക്കാൻ കഴിയാത്ത സന്തോഷം തോന്നി. നിർവൃതിയോടെ അവൾ കണ്ണുകൾ അടച്ചു. അവളുടെ മാറിടം കൂടുതൽ ചുരുന്നു. വിശന്നു വലിഞ്ഞ ആ കുഞ്ഞ് അമൃത് വലിച്ചു കൊടുക്കാൻ തുടങ്ങി. അവളുടെ നെഞ്ചിൻ്റെ വിങ്ങിൽ അവസാനിക്കാൻ തുടങ്ങിയിരുന്നു. ശരീരമാകെ വല്ലാത്തൊരു ഊർജം കുറഞ്ഞു. കുഞ്ഞിനെ മാറോട് അടക്കി പിടിച്ച്
അവൾ അങ്ങനെ നിന്നു. അവളുടെ വേദനയും സങ്കടവും ടെൻഷനും എല്ലാം ആ കുഞ്ഞ് വലിച്ചെടുത്തുകൊണ്ടിരുന്നു. പൂർവാധികം ശക്തിയിൽ അവളുടെ മാറിടം ചുരുത്തിക്കൊണ്ടേയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ മതിയായെന്ന് അവൾക്ക് തോന്നി. അതോടെ അവൾ മുലയൂട്ടൽ നിർത്തി. പിന്നെ വസ്ത്രം ശരിയാക്കി കുഞ്ഞിനെയും കൊണ്ട് തിരിഞ്ഞു നടന്നു. അപ്പോഴും ആ സ്ത്രീ അത്ഭുതത്തോടെ അവളെ നോക്കി നിൽക്കുകയായിരുന്നു. സാബി പുഞ്ചിരിയോടെ കുഞ്ഞിനെ തിരിപ്പിച്ചേൽപ്പിച്ചു. കണ്ടോ ഉമ്മ, കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നില്ലേ? പാവം വിശന്നിട്ടാണ് അത് കരഞ്ഞത്. അതിന് കരയാനല്ലേ കഴിയൂ? അതേ മോളെ, എൻ്റെ മോൾക്ക് പാല് കുറവാണ്. 2 കുട്ടികളല്ലേ? കുപ്പിപ്പാലാണെങ്കിൽ കുടിക്കണമില്ല. ഒരാൾക്ക് കുടിക്കാനുള്ള പാൽ തന്നെ ഇല്ല. 2 പേരും എപ്പോഴും നല്ല കരച്ചിലാണ്. സാരില്ല ഉമ്മ, കരയുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ, ഞാൻ പാലൂട്ടിക്കൊള്ളാം. പാലൂട്ടാൻ എനിക്ക് കുഞ്ഞുമില്ല. എൻ്റെ കുഞ്ഞിനെ പഠിച്ചോൻ വിളിച്ചു. സാബിയുടെ കണ്ണുകൾ നനഞ്ഞു. ആ സ്ത്രീ മാതൃവാത്സ്യത്തോടെ അവിടെ നോക്കി. അല്ല, ഇന്ന് വന്നതല്ലേ ഉള്ളൂ? ഞങ്ങൾ വന്നിട്ട് 3 ദിവസമായി. ഇന്നിവിടെ ആൾ വരുമെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. ഏതായാലും മോള് ചെയ്തത് ഉപകാരമാണ്. 3 ദിവസമായിട്ട് 2 കുഞ്ഞുങ്ങളും നിർത്താതെ കരച്ചിലായിരുന്നു. അപ്പോഴേക്കും അടുത്ത മുറിയിൽ നിന്ന് വീണ്ടും കരച്ചിൽ മുഴങ്ങി. സാബി വിഷമത്തോടെ അവരെ നോക്കി. ഉമ്മ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ കുഞ്ഞിനെ കൂടി കൊണ്ടുവരൂ, ഞാൻ പാല് കൊടുത്തോളാം. നിങ്ങൾക്ക് വിഷമമാവില്ലെങ്കിൽ അവർ കരയാതെ എന്ന് നോക്കിക്കോളാം. അൽഹംദുലില്ലാ, പഠിച്ചവനാണ് മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാനിപ്പോൾ കൊണ്ടുവരാം. ആ സ്ത്രീ വേഗം കുഞ്ഞിനെയും കൊണ്ട് മുറിയിലേക്ക് പോയി. പിന്നെ വേഗം കരയുന്ന അടുത്ത കുഞ്ഞിനെയും കൊണ്ട് സാബിയുടെ അടുത്തേക്ക് വന്നു. അതൊരു ആൺകുഞ്ഞായിരുന്നു. സാബി വേഗം കുഞ്ഞിനെ വാങ്ങി എന്നിട്ട് അകത്തേക്ക് കയറി. ഇത്തവണ ആ സ്ത്രീയും അകത്തേക്ക് വന്നു. സാബി ബെഡിലിരുന്ന് മുലയൂട്ടുന്നത് ആ സ്ത്രീ നോക്കി നിന്നു. സാബിയുടെ മുഖത്തെ മാതൃവാത്സല്യം നിറഞ്ഞു നിൽക്കുന്നത് അവർ കണ്ടു. അപ്പോഴേക്കും സനയും വഫയും കൗതുകത്തോടെ വാതിൽക്ക് വന്ന് നോക്കി. ആ സ്ത്രീ 2 പേരെയും അകത്തേക്ക് വിളിച്ചു. ചമ്മലോടെ 2 പേരും അകത്തേക്ക് വന്ന്, ഇത് നിങ്ങളുടെ എന്നെയാണോ? സന്തോഷത്തോടെ ഇളയ കുഞ്ഞ് ചോദിച്ചത് കേട്ട് ആ സ്ത്രീ തലകുലുക്കി. ഞങ്ങൾ ഉമ്മച്ചിക്ക് കൊടുത്തതാ? ഇത്തവണ ആ സ്ത്രീ അറിയാതെ ചിരിച്ചുപോയി. അവർ സ്നേഹത്തോടെ 2 പേരെയും മാറി മാറി നോക്കി. കൊടുത്തതല്ല, നിങ്ങളെ ഉമ്മച്ചി എടുത്തതാ. കുട്ടികൾ കരയുന്നത് കണ്ടപ്പോൾ കരച്ചിൽ മാറ്റുകയാണ്. എന്നാൽ ഞങ്ങൾ കളിക്കാൻ പോട്ടെ. അത് പറഞ്ഞ് 2 പേരും പുറത്തേക്ക് പോയി. അവിടെ വേറെയും 2-3 കുട്ടികൾ ഉണ്ടായിരുന്നു. 2 പേരും അവരോട് പെട്ടെന്ന് തന്നെ കമ്പനിയായി. പിന്നെ അവർ ഒരുമിച്ചായി കളി. അപ്പോഴേക്കും 2ാമത്തെ കുഞ്ഞിനെയും സാബി മുലയൂട്ടി കരച്ചിൽ മാറ്റി കഴിഞ്ഞിരുന്നു. ഇപ്പോഴാണ് മോളെ എനിക്ക് സമാധാനമായത്. പാലല്ലേ, അതിപ്പോൾ കൊടുത്തുകിട്ടെന്താ? കുഞ്ഞുങ്ങൾ കരയുന്ന കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമമായിരുന്നു. കുറേ കുപ്പിപ്പാൽ കൊടുത്തു നോക്കി, 2 പേര് അത് കുടിക്കൂല. എൻ്റെ മോൻ്റെ കുട്ടികളാണ്. 10 വർഷമായി അവർക്ക് കുട്ടികളില്ലായിരുന്നു. പഠിച്ചവൻ അനുഗ്രഹിച്ചത് ഇപ്പോഴാണ് കുട്ടികളുണ്ടായത്. അപ്പോഴാണെങ്കിൽ അവൾക്ക് പാലില്ല. ഒരു കുഞ്ഞിന് കൊടുക്കാനുള്ള പാൽ തന്നെയില്ല. പഠിച്ചവൻ ഓരോ പരീക്ഷണങ്ങളല്ലേ. അവൾക്കാണെങ്കിലും നല്ല ആരോഗ്യമുണ്ടോ? എന്നാലും കുഴപ്പമില്ല, 2 മക്കളെ പഠിച്ചവൻ തന്നെയല്ലോ. സാബി പതിയെ തലയാട്ടി. മോളെ പേരെന്താ? സാബിറ. എൻ്റെ പേര് ഫാത്തിമ. ഞാൻ ടീച്ചറായിരുന്നു. ഇപ്പോൾ വിരമിച്ചു. വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. മോളുടെ ആരും വന്നിട്ടില്ലേ? മൂത്തച്ഛിമാരുണ്ടായിരുന്നു. എല്ലാത്തിനും അവരാണ് ഉണ്ടായത്. പിന്നെ എന്നെ ഇവിടെ ആക്കി അവർ വീട്ടിലേക്ക് പോയി. 2 ദിവസമായി അവർ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇനി നാളെ വരും. അല്ല മോളെ, കുട്ടികളെ ഉപ്പ എവിടെ? ഫാത്തിമയുടെ ചോദ്യം കേട്ടപ്പോൾ സാബിയുടെ കണ്ണുകൾ നനഞ്ഞു. ഉപ്പയും ഉമ്മയും ഒന്നും വന്നില്ല. വിഷയം മാറ്റാൻ എന്നതുപോലെ ഫാത്തിമ ചോദിച്ചു. അവരൊന്നും വരില്ല. അവരൊക്കെ പഠിച്ചവൻ്റെ അടുത്തേക്ക് പോയി. എൻ്റെ ഭർത്താവും വരില്ല. 2-3 ദിവസം മുമ്പേ അയാൾ പുതിയ നിക്കാഹ് കഴിച്ചു. അല്ലോ, അറിയാതെ ഫാത്തിമ പറഞ്ഞു പോയി. ഞാൻ കുഞ്ഞിനെ മോളെ ഏൽപ്പിച്ചു വരാട്ടോ. അതും പറഞ്ഞ് ഫാത്തിമ ധൃതിയിൽ മുറിയിലേക്ക് പോയി. മരുമകൾ കുഞ്ഞിനെയും കൊണ്ട് കിടക്കുന്നത് അവർ കണ്ടു. 2 പേരും കരച്ചിൽ നിർത്തി. ഉമ്മ, എനിക്ക് അവരെ ഒന്ന് കാണണമായിരുന്നു. അവരോട് നന്ദി പറയണം. ആ, പറയണം. ഫാത്തിമ 2ാമത്തെ കുഞ്ഞിനെയും അവളുടെ അടുത്തേക്ക് വെച്ചു. സൗദ സ്നേഹത്തോടെ 2 കുഞ്ഞുങ്ങളെയും മാറി മാറി ഉമ്മ വെച്ചു. ഞാനിപ്പോൾ വരാം മോളെ. അവളെ കാര്യം വലിയ കഷ്ടമാണെന്ന് തോന്നുന്നു. എത്തിയും കുട്ടിയാണ്. 2 ചെറിയ പെൺകുട്ടികളുണ്ട്. 3ാമത്തെ പ്രസവത്തോടെ കുഞ്ഞു മരിച്ചുപോയി. അവളെ ഭർത്താവേ 2-3 ദിവസം മുമ്പ് വേറെ നിക്കാഹ് കഴിച്ചു എന്നാണ് പറഞ്ഞത്. അല്ലാ, തന്നെ ഉമ്മ? സൗദ വേദനയോട് ചോദിച്ചു. ഭാര്യ പ്രസവിക്കാൻ കിടക്കുമ്പോഴാണോ അയാൾ വേറെ നിക്കാഹ് കഴിച്ചത്? ആ ചോദ്യത്തിൽ വല്ലാത്തൊരു വേദന നിറഞ്ഞു നിന്നു. അങ്ങനെയാണ് ആ കുട്ടി പറഞ്ഞത്. ഏതായാലും കുഞ്ഞുങ്ങളെ കരച്ചിൽ നിർത്തിയല്ലോ. ഞാൻ അവളെ അടുത്തേക്കൊന്ന് പോട്ടെട്ടോ. അവൾ ചെയ്ത ഉപകാരം മറക്കാൻ പാടില്ലല്ലോ. ഇപ്പോൾ കണ്ടില്ലേ എത്ര ശാന്തരായിട്ടാണ് അവർ കിടക്കുന്നത്. എല്ലാം പഠിച്ചവൻ്റെ അനുഗ്രഹം. അതേ അമ്മ, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഫാത്തിമ സാബിയുടെ അടുത്തേക്ക് പോയി.
പോകുമ്പോൾ അവിടെ ടേബിളിൽ ഇരുന്ന ഒരു കവറും അവർ കയ്യിലെടുത്തിരുന്നു. അതിൽ നിറയെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അത് സാബിയുടെ മേശപ്പുറത്തേക്ക് വെച്ചു. ഇതൊന്നും വേണ്ടമ്മ, നിങ്ങൾ എന്തിനാ കൊടുന്നത്? ഇതൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, സാബി വിഷമത്തോടെ പറഞ്ഞു. ഫാത്തിമ അവളുടെ കയ്യിൽ പിടിച്ചു. അതൊന്നും പറഞ്ഞാൽ പറ്റൂല മോളെ, നിന്റെ ഉമ്മ കൊണ്ടുവരുന്നതാണെന്ന് കരുതിയാൽ മാത്രം മതി. അവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. എൻ്റെ കുടുംബക്കാർ 2-3 ടീം വന്നപ്പോൾ ഇന്ന് കൊടുന്നതാ. എത്ര വേണമെങ്കിലും ഇനിയും കൊണ്ടുവരാൻ ആളുണ്ട്. മോള് കൈക്ക്, മക്കൾക്കും കൊടുക്കട്ടോ. സാബി പതിയെ തലയാട്ടി. കുട്ടികളുടെ ഉമ്മക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. അവളെ സ്റ്റിച്ച് ശരിക്കും ഉണങ്ങിയിട്ടില്ല. നടക്കാൻ നല്ല വിഷമമുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഉമ്മ. സാബി തന്നെ ഉമ്മ എന്നാണ് വിളിക്കുന്നത് എന്ന് ഫാത്തിമ ഓർത്തു. തനിക്ക് പെൺകുഞ്ഞുങ്ങളില്ലല്ലോ എന്നാണ് അപ്പോൾ അവർക്ക് ഓർമ്മ വന്നത്. 4 മക്കളാണ് ഫാത്തിമ താത്താക്ക്. 4 മക്കളും കല്യാണം കഴിച്ചു. 4 മക്കളെ പോലെയാണ് ഫാത്തിമ കാണുന്നത്. 3 പേർ ഉപ്പർ സൗദിയിലാണ്. സൗദി ഇവിടെ ടീച്ചറായതിനാൽ അവൾ ഗൾഫിലേക്ക് പോയില്ല. 6 മാസം കൂടുമ്പോൾ മരുമക്കളെല്ലാവരെയും നാട്ടിൽ വരും. ഇടയ്ക്ക് ഫാത്തിമയും അവരെ കൂടെ പോയി നിൽക്കാറുണ്ട്. സാബി അവയുടെ അടുത്ത് മുറിയിലേക്ക് ചെന്നു. സുന്ദരിയായ ഒരു സ്ത്രീ 2 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് കട്ടിലിൽ കിടക്കുന്നത് അവൾ കണ്ടു. സൗദയും സാബിയെ കണ്ടു കഴിഞ്ഞിരുന്നു. വിഷാദവലയം പോലെ ഒരു പെൺകുട്ടി തൻ്റെ അടുത്തേക്ക് വരുന്നത് സൗദ കണ്ടു. ഇരുനിറമാണെങ്കിലും അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് സൗദ ഓർത്തു. തൻ്റെ അത്ര പോലും അവൾക്ക് പ്രായമില്ല. അസ്സലാമു അലൈക്കും. സാബി പതിയെ സലാം മടക്കി. പിന്നെ അവൾ എഴുന്നേറ്റിരുന്നു. 2 കുഞ്ഞുങ്ങളെയും ഇളം പുഞ്ചിരിയോടെ സാബിയെ നോക്കി. ഇരിക്കും മോളെ. ഫാത്തിമ ഒരു കസേരയിട്ട് അവളെ ഇരുത്തി. സൗദ കണ്ണിമ ചുമ്മാതെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ പുഞ്ചിരിയിൽ പോലും വിഷാദവലയങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് സൗദ കണ്ടു. എങ്ങനെയാണ് നിന്നോട് നന്ദി പറയേണ്ടതെന്നറിയില്ല. 3 ദിവസമായിട്ട് ഞാനും എൻ്റെ ഉമ്മയും ശരിക്കും ഉറങ്ങിയിട്ടില്ല. 2 പേരും നല്ല കരച്ചിലായിരുന്നു. വിശന്നിട്ട് കരയുകയാണ്. കുപ്പിപ്പാൽ കൊടുത്തു നോക്കി, പക്ഷേ 2 പേരും കുടിക്കാൻ കൂട്ടാക്കുന്നില്ല. എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ആകെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് നിങ്ങൾ വന്നത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഇവിടെയുള്ള ദിവസം കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാമല്ലോ. അതിനെന്താ, പാലല്ലേ, ഒരു കുഴപ്പമില്ല. എനിക്ക് എൻ്റെ മക്കൾക്ക് നിങ്ങൾ പാല് കൊടുക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. ആയിക്കോട്ടെ, തീർച്ചയായും ഞാൻ കൊടുക്കാം, സന്തോഷത്തോടെ സാബി പറഞ്ഞു. ഞാനിത് എങ്ങനെയാണ് ഇങ്ങോട്ട് ചോദിക്കുക എന്നോർത്ത് ഇരിക്കുകയായിരുന്നു. പഠിച്ചവൻ്റെ കാരുണ്യം കൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ പാലുണ്ട്. ഞാനത് ഒഴുക്കിക്കളിയാണ് പതിവ്. പഠിച്ചവൻ തരുന്ന കാരുണ്യമാണല്ലോ. എൻ്റെ മക്കൾക്ക് മുലപൊടി പ്രായം കഴിഞ്ഞതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. കുട്ടിയില്ലാത്തത് കൊണ്ട് ഞാൻ ശരിക്കും വിഷമത്തിലായിരുന്നു. എല്ലാം പഠിച്ചവൻ്റെ വിധിയാണല്ലേ. എനിക്കിപ്പോൾ നല്ല സന്തോഷമായി. 2 കുഞ്ഞുങ്ങളെ മുലയൊട്ടാൻ നിങ്ങൾ സമ്മതിച്ചല്ലോ. സൗദ സ്നേഹത്തോടെ തലയാട്ടി. പെട്ടെന്ന് മോള് കരയാൻ തുടങ്ങി. സാബി വേഗം അവളെ എടുത്തു. അവൾ എടുത്തതും കുഞ്ഞ് കരച്ചിൽ നിർത്തി. പിന്നെ സാബിയെ നോക്കി ചിരിച്ചു. ആഹാ, എന്നെ പറ്റിച്ചതല്ലേ? സാബിയുടെ ചോദ്യം കേട്ട് അവൾ പിന്നെയും പുഞ്ചിരി തൂങ്ങി. ഫാത്തിമയും സൗദയും അവർ തമ്മിലുള്ള സ്നേഹപ്രകടനം അതിശയത്തോടെ കണ്ടു നിന്നു. കുഞ്ഞു പതിയെ സാബിയുടെ മാറിൽ ഉരസി. വിശക്കുന്നുണ്ടോ? സാബി വാത്സല്യത്തോടെ ചോദിച്ചു. പിന്നെ അവളെ തൻ്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചു. കുഞ്ഞു പാല് വലിച്ചു കൊടുക്കുമ്പോൾ തൻ്റെ ദേഹമാകെ വസന്തം പൂത്തുലയുന്നതുപോലെ സാബി അറിയുന്നുണ്ടായിരുന്നു. സൗദ കണ്ണിമ ചിമ്മാതെ സാബിയെ നോക്കി. അവൾ ഒരു മാലാഖയാണെന്ന് എന്ന് സൗദക്ക് തോന്നി. തൻ്റെ സങ്കടം കണ്ടു തീർക്കാനായി പടച്ചവൻ തന്നയച്ച മാലാഖ. കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ വയറ് നിറഞ്ഞു. അത് മോണ കാട്ടി പുഞ്ചിരിച്ചുകൊണ്ട് സാബിയെ നോക്കി. സാബി കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. പിന്നെ കുഞ്ഞിനെ സൗദയെ തിരിച്ചേൽപ്പിച്ചു. മക്കൾക്ക് പേരിട്ടോ? അവൾ കൗതുകത്തോടെ ചോദിച്ചു. ഇല്ല എന്നർത്ഥത്തിൽ സൗദ തലയാട്ടി. പേരിട്ടിട്ടില്ല സാബി. ഇക്ക വന്നിട്ട് പേരിടും. ഇക്കാക്ക് ലീവ് കിട്ടിയിട്ടില്ല. പ്രസവത്തിന് മുമ്പ് വരെ എന്നായിരുന്നു പറഞ്ഞത്. എന്തോ അത്യാവശ്യം വന്നതുകൊണ്ട് നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അടുത്ത ആഴ്ച വരും. അന്ന് 2 കുട്ടികളെയും മുടി കളഞ്ഞ് അറവ് നടത്തണം. എന്നിട്ട് പേരിടും. സാബി സന്തോഷത്തോടെ തലയാട്ടി. എന്തെങ്കിലും പേര് കണ്ടു വെച്ചിട്ടുണ്ടോ? പേരൊക്കെ എല്ലാവരും കണ്ടു വെച്ചിട്ടുണ്ട്. കുറച്ചു കാലം എല്ലാവരും കാത്തിരിക്കല്ലേ. ഇവിടെ ഉമ്മയും ഉപ്പയും ഓരോ പേര് കണ്ടു വെച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ ഉമ്മയും ഉപ്പയും വേറെ പേരും കണ്ടു വെച്ചിട്ടുണ്ട്. ഇക്കയും ഏതൊക്കെയോ പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏത് പേരിടുമെന്നുള്ള കൺഫ്യൂഷനിലാണിപ്പോൾ ഞങ്ങൾ. സൗദ ചിരിയോടെ പറഞ്ഞു. ഇറ്റയുടെ ഉമ്മയും ഉപ്പയും എവിടെ? ഉമ്മാക്ക് വയ്യ സാബി. ഉമ്മ കിടപ്പിലാണ്. ഉപ്പ വന്നിരുന്നു. ഉമ്മയുടെ അടുത്ത് ആളില്ലാത്തത് കൊണ്ട് ഉപ്പ അങ്ങനെ പുറത്തേക്കൊന്നും വരാറില്ലേ. സാബി പതിയെ തലയാട്ടി. അപ്പോഴേക്കും സനയും വഫയും അങ്ങോട്ട് വന്നു. അവർ 2 പേരും കൗതുകത്തോടെ കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കുന്നത് കണ്ട് സൗദ അവരെ അടുത്തേക്ക് വിളിച്ചു. മടിയോടെ 2 പേരും അകത്തേക്ക് തിന്നു.
എന്താ ഇഷ്ടമായോ മക്കളെ? സൗദ ചോദിച്ചത് അവർ രണ്ടുപേരും കേട്ടില്ല എന്ന് തോന്നുന്നു. രണ്ട് കുട്ടികളെ നോക്കി നിൽക്കുകയാണ് അവർ ചിരിക്കാൻ തുടങ്ങി. ഉമ്മച്ചിയെ വാവകള് ഞങ്ങളെ നോക്കുന്നേ. അത് സുന്ദരി ഇത്തമാരെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും മോളൂ. എന്താ സുന്ദരി കുട്ടിയുടെ പേര്? വഫിയും സനയും പേര് പറഞ്ഞു കൊടുത്തു. അപ്പോഴേക്കും ഒരു പെൺകുട്ടി അങ്ങോട്ട് വന്നു. സാബിയ തിരിഞ്ഞു വന്ന സ്റ്റാഫായിരുന്നു. അതോടെ സാബിയും മക്കളും അവരുടെ റൂമിലേക്ക് പോയി. നല്ല മക്കളല്ലേ ഉമ്മ? സൗദ ചോദിച്ചത് കേട്ട് ഫാത്തിമ തലയാട്ടി. മക്കൾ മാത്രമല്ല, ഉമ്മയും നല്ലതാ. എന്ത് കാര്യത്തിനാണ് അവളെയും മക്കളെയും കിട്ടിയോനെ ഒഴിവാക്കിയതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് മോളെ. ഇങ്ങനെയുള്ള ഭാര്യയെ കിട്ടാൻ അവനെ പുണ്യം ചെയ്യണം. അവനത് ഇല്ലാതെ പോയി. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.